ഹലോ എവരിവൺ, ഫിസിക്സ് ബോസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 3 വീഡിയോ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ പ്രധാന കണ്ടന്റിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര കണ്ടന്റ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അവയൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്ന കണ്ടന്റ് അപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളി തിയറി ആണ് പറയാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബെർണോളി തിയറി എടുത്തിട്ടുണ്ട്. അതിന്റെ അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. പിന്നെ വിസ്കോസിറ്റിയെ കുറിച്ച് പറയും, പിന്നെ സ്റ്റോക്ക് ലോനെ കുറിച്ച് പറയും, സർഫസ് ടെൻഷനെ കുറിച്ച് പറയും, അതുപോലെ തന്നെ ടെർമിനൽ വെലോസിറ്റി. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് എന്ത് ചെയ്യുക ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ അപ്ലിക്കേഷനിലേക്ക് പോകാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒരു ബോഡി കൺസിഡർ ചെയ്യാണ്. ഒരു ബോഡി, ആ ബോഡി ഇപ്പൊ സപ്പോസ് ഒരു കാറാണ് വെച്ചോ. ഈ കാർ എന്ത് ചെയ്യാം, ഇങ്ങനെ മൂവ് ചെയ്യാണ്. കാർ മുന്നോട്ട് മൂവ് ചെയ്യാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്കറിയാലോ ഈ കാർ മുന്നോട്ട് പോകുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുക, അതിന്റെ കാറ്റ് വീഴ്ച അല്ലെ, എയറിന്റെ ഫ്ലോ ഉണ്ടാവുക, അല്ലെങ്കിൽ എയറിന്റെ സ്ട്രീം ഉണ്ടാവുക. അപ്പൊ എയറിന്റെ സ്ട്രീം എങ്ങോട്ടാ പോവുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഉണ്ടാവുക. അവിടേക്ക് എന്താവുക, എയർ സ്ട്രീം എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ബോഡി എങ്ങോട്ടാ പോകുന്നത്, ഈ ഡയറക്ഷനിലേക്ക്. ഇപ്പൊ എല്ലാ ബോഡിയുടെ കേസിൽ അങ്ങനെ തന്നെയല്ലേ, ബോഡി പോണതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുക, എയറിന്റെ സ്ട്രീമിന്റെ ഫ്ലോ ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ. ഈ കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഒരു ബോൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ സപ്പോസ് അതിന് അതായത് ഇപ്പം നമ്മൾ ഒരു ഫുട്ബോളൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇന്ന് കണ്ടില്ലേ ഈ ബോൾ അടിച്ചു കഴിഞ്ഞാൽ ബോൾ എന്ത് ചെയ്യുക, ഈ കറങ്ങി ചെരിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വലയിനുള്ളിൽ കയറുന്നു. അതായത് തന്നെ ചെരിഞ്ഞിട്ട് വലയിനുള്ളിൽ കയറുന്നു. ബൈസിക്കിൾ കിക്ക് എന്നൊക്കെയാണെങ്കിൽ പറയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് അങ്ങനെ ബോൾ അങ്ങനെ തിരിഞ്ഞു പോകാനുള്ള കാരണം ഫിസിക്സിന്റെ ടേംസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അതിന്റെ ഫസ്റ്റത്തെ അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ മാഗ്നസ് എഫക്റ്റ് എന്നുള്ള കാര്യമാണ്. അത് ആ ഒരു റീസൺ കൊണ്ടാണ് ബോൾ എന്ത് ചെയ്യാൻ വളഞ്ഞിട്ട് പോകാനുള്ള കാരണം. ക്ലിയർ ആണല്ലോ. ആ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം സപ്പോസ് നമ്മൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഒരു ബോൾ ഇവിടെ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ആ ബോൾ എങ്ങനെയാണ്, സ്പിൻ ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ ബോൾ ഇങ്ങനെ കറങ്ങുന്നില്ല. ബോളിന്റെ സ്പിന്നിങ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. ബോൾ സ്പിന്നി ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ബോഡി ഇങ്ങോട്ട് ഈ മൂവ് ചെയ്യണം അല്ലേ, ബോഡി ഏത് വശത്തേക്ക് മൂവ് ചെയ്യണേ, ഇങ്ങനെയാണ് ഇങ്ങോട്ട് മൂവ് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ അതായത് ബോഡി ഈ ഒരു വശത്തേക്കാണ് ബോഡി മൂവ് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുക, എയറിന്റെ ഫ്ലോ ഉണ്ടാവും അല്ലേ. അങ്ങനെ അത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഇങ്ങനെയല്ലേ ഉണ്ടാവും എയറിന്റെ ഫ്ലോ. ക്ലിയർ അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഈ എയറിന്റെ ഫ്ലോ ഉണ്ടാവും. ക്ലിയർ അല്ലോ. ആ ബോഡിനെ ടച്ച് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഇവിടെ എയറിന്റെ ഫ്ലോ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് ഇത് ആ ബോഡിയുടെ എയറിന്റെ ഫ്ലോ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പർ പാർട്ട് ഉണ്ടാവും, ലോവർ പാർട്ട് ഉണ്ടാവും അല്ലെ. ഈ അപ്പർ പാർട്ടിൽ അതായത് ബോൾ സ്പിന്നൊന്നും ചെയ്യുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുക, അവിടെ ആ ഒരു എയറിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തും എന്ത് ചെയ്യുക, തുല്യമായിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്, വെലോസിറ്റി എന്തായിരിക്കും, വെലോസിറ്റി എന്ന് എന്ത് ചെയ്യുക, സെയിം ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും, വെലോസിറ്റി 0 ആയിരിക്കും. ക്ലിയർ ആണോ. വെലോസിറ്റി സെയിം ആയിരിക്കും എന്ന് പറയാൻ പറ്റും. അതായത് രണ്ട് ഭാഗത്തും വെലോസിറ്റി 0 ആയിരിക്കും. അപ്പൊ വെലോസിറ്റി 0 ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് പറയാൻ പറ്റുക, അവിടെ നിന്ന് പ്രഷറിന്റെ വാല്യൂലേക്ക് എപ്പോഴും എന്ത് ചെയ്യുക, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ പ്രഷറിന്റെ വാല്യൂ എന്ത് ചെയ്യുക, 0 ആയിരിക്കും. അല്ലെങ്കിൽ സെയിം പ്രഷർ ആയിരിക്കും. പ്രഷറിന്റെ വാല്യൂ എന്തായിരിക്കും, നമുക്ക് എന്ത് ചെയ്യുക, സെയിം ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പൊ രണ്ട് വശത്ത് പ്രഷറിന്റെ വാല്യൂ എന്ത് ചെയ്യുക, സെയിം ആയിരിക്കും. അപ്പൊ ഒരു ബോൾ സ്പിന്ന് ചെയ്യണില്ലെങ്കിൽ അപ്പൊ നമ്മൾ സ്പിൻ ചെയ്യണില്ല, പക്ഷെ മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ബോൾ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എയറിന്റെ ഫ്ലോ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ആ ബോളിന് ഒരു ഗിവൺ എന്താ പറയാ വെലോസിറ്റി, അതായത് എയറിനൊരു വെലോസിറ്റി ഉണ്ടാവും അല്ലെ, ഓപ്പോസിറ്റ് വെലോസിറ്റി ഉണ്ടാവും. ബോൾ പോകുന്നതിന്റെ ഓപ്പോസിറ്റ് എയറിനൊരു സ്ട്രീം ഫ്ലോ ഉണ്ടാവും. അപ്പൊ ഉണ്ടാവുന്ന വെലോസിറ്റി എന്ത് ചെയ്യുക, അവിടെ നമുക്ക് വേണമെങ്കിൽ രണ്ട് വശത്ത് എന്ത് ചെയ്യും, വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ രണ്ട് വശത്തുള്ള പ്രഷറിന്റെ വാല്യൂ എന്തായിരിക്കും, നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് പറയാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ മനസ്സിലാക്കേണ്ടത് രണ്ട് ഭാഗത്തും പ്രഷറിന്റെ വാല്യൂ തുല്യമായിരിക്കും. അതായത് വെലോസിറ്റി തുല്യമായിട്ട് രണ്ട് ഭാഗത്തും എന്ത് ചെയ്യുക, പ്രഷറിന്റെ വാല്യൂ തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ഒരു പ്രഷറിന് യാതൊരുവിധ ഡിഫറൻസും ഇവിടെ ഈ കേസിൽ ഇല്ല. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ കേസ് പരിഗണിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ബോൾ ഈ സ്പിൻ ചെയ്യുന്ന കേസാണ്. ഇവിടെ പറഞ്ഞത് ബോൾ ഈ സ്പിന്നിങ്, ആ കേസാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ ഈ മാഗ്നസ് എഫക്റ്റ് നമ്മൾ ഈ സ്പിൻ ചെയ്യുന്ന സമയത്താണ് ഈ മാഗ്നറ്റ് എഫക്റ്റ് ഉണ്ടാവുക. ആ കാര്യമാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ സപ്പോസ് ഈ ബോൾ എന്ത് ചെയ്യാം, നമ്മൾ ഫുട്ബോളിലെ കിക്ക് ചെയ്യണം. അപ്പൊ ബോൾ എന്ത് ചെയ്യുക, സ്പിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ബോൾ സപ്പോസ് കിക്ക് ചെയ്യുന്ന സമയത്ത് സ്പിൻ ചെയ്യണത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ഇങ്ങനെയാണ് സ്പിൻ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പം ബോൾ പോകുന്ന ഏത് ഡയറക്ഷനിലേക്കാണ്, കിക്ക് ചെയ്തു. അപ്പം ബോളിന്റെ ഇങ്ങനെ ഈ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്.
ഓക്കെ. അപ്പൊ എയറിന്റെ ഫ്ലോ എന്ത് ചെയ്യുക, ആ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുക, എയറിന്റെ ഫ്ലോ ഉണ്ടാവുക. അതാണ് റെപ്രസെന്റ് ചെയ്യുക, ഇങ്ങനെയല്ലേ ഉണ്ടാവുക എയറിന്റെ ഫ്ലോ. ഓക്കെ അല്ലേ, എയറിന്റെ ഫ്ലോ ഇങ്ങനെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഈ ശ്രദ്ധിക്കുക, ഈ ബോള് തിരിയല്ലേ, ആ തിരിയുന്ന ഡയറക്ഷൻ എങ്ങോട്ടാണ്, തിരിയുന്ന ഡയറക്ഷൻ എപ്പോഴും ഈ വശത്തേക്കായിരിക്കും അല്ലേ, ഈ വശത്തേക്കായിരിക്കും. ക്ലിയർ ആണല്ലോ, ഈ വശത്തേക്ക്, അതായത് എയറിന്റെ ഫ്ലോ ഈ ഡയറക്ഷനിലേക്കായിരിക്കും. എയറിന്റെ ഫ്ലോ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ബോളിന്റെ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് ചെയ്യുക, എയറിന്റെ ഫ്ലോ ഉണ്ടാവുക. അപ്പൊ എയറിന്റെ ഫ്ലോന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് ചെയ്യുക, അത് ബോളിന്റെ ഫ്ലോന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് ചെയ്യുക, എയറിന്റെ ഫ്ലോ ഉണ്ടാവുന്നത്. ക്ലിയർ ആണല്ലോ, ഇത്രയും കാര്യങ്ങൾ അറിയാം. അപ്പൊ എന്ത് ചെയ്യുക, ഇവിടെ മുകളിലുള്ള ലെയർ ഉണ്ട്, താഴെ ലെയർ ഉണ്ട് അല്ലെ. അപ്പൊ ഈ അപ്പർ ലെയർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, അവിടെ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും, അപ്പർ ലെയർ ഉണ്ട് വെലോസിറ്റി, ലോവർ ലെയറിലും ഒരു വെലോസിറ്റി ഉണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ അപ്പർ ലെയറിലെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ബോളിന്റെ അതേ സെയിം ഡയറക്ഷനിലായതുകൊണ്ട് ആ ബോൾ എന്ത് ചെയ്യുക, അതായത് ഇപ്പൊ സപ്പോസ് ഇവിടെ ഈ കൺസിഡർ ചെയ്യില്ല, ഈ അതേ ഡയറക്ഷനിലാണ് പോകുന്നത്. ഈ ബോളിന്റെ ബോളിന് എന്ത് തിരിയാൻ സഹായിക്കും അല്ലെ, അപ്പർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ബോളിന് എന്ത് ചെയ്യുക, തിരിയാൻ സഹായിക്കും. അതായത് അവിടെ വെലോസിറ്റിന്റെ വാല്യൂ എന്ത് ചെയ്യുക, കൂടുതലാണ്. ക്ലിയർ ആണല്ലോ. ഇവിടെ എങ്ങനെയാണ് പറയുന്നത്, എയറിന്റെ ഫ്ലോനെ ഇവിടെ കണ്ടില്ലേ, ഈ എയറിന്റെ ഫ്ലോനെ ഓപ്പോസിറ്റ് ആണ് എന്ത് ചെയ്യുക, ബോളിന് തിരിയണേ അല്ലേ. അപ്പൊ ഈ എയറിന്റെ ഫ്ലോ എന്ത് ചെയ്യുക, ഈ ബോളിന്റെ ഈ സ്പിന്നിങ് മോഷൻ എന്ത് ചെയ്യുക, ഓപ്പോസ് ചെയ്യും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ വെലോസിറ്റിന്റെ വാല്യൂ എന്തായിരിക്കും, കുറവായിരിക്കും. ക്ലിയർ ആണല്ലോ, ആ കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെലോസിറ്റി കുറവാണെങ്കിൽ, അല്ല വെലോസിറ്റി ഇവിടെ കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, പ്രഷറിന്റെ വാല്യൂ കൂടുതലായിരിക്കും. വെലോസിറ്റി കുറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, പ്രഷറിന്റെ വാല്യൂ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ മുകൾ വശത്ത് എന്ത് ചെയ്യുക, വെലോസിറ്റിന്റെ വാല്യൂ കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യാം, വെലോസിറ്റിന്റെ വാല്യൂ കൂടുതലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അവിടെയുള്ള പ്രഷറിന്റെ വാല്യൂ എന്തായിരിക്കും, കുറവായിട്ടുണ്ടാവുക. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുക പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഇവിടെ ഒരു പ്രഷറിന് ഡിഫറൻസ് ഉണ്ടല്ലോ, അതായത് താഴെ പ്രഷർ കൂടുതലും മുകളിൽ പ്രഷർ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബോൾ എന്ത് ചെയ്യുക, ലിഫ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ, മുകളിലോട്ട് ഉയരും. പ്രഷർ ഡിഫറൻസ് ഉണ്ട് എപ്പോഴും എന്ത് ചെയ്യുക, എപ്പോഴും പ്രഷർ എവിടെ നിന്നാണ് കൂടുതൽ അവിടെ നിന്നാണ് എന്ത് ചെയ്യുക, പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക, ബോൾ നീങ്ങല്ലേ. ക്ലിയർ ആണല്ലോ. അങ്ങനെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ട് അല്ലെ, ആ ഒരു എഫക്റ്റിനാണ് എന്താ പറയുക, മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. എന്താണ് മാഗ്നറ്റിക് എഫക്റ്റ് പറഞ്ഞാൽ, ഒരു പ്രഷറിന് ഡിഫറൻസ് ആണ് അല്ലെ. അപ്പോൾ മാത്രമേ ബോൾ എന്ത് ചെയ്യുക, അതിന്റെ മോഷനിൽ ബോഡി മുകളിലോട്ട് പോകുള്ളൂ അല്ലെ, അല്ലെങ്കിൽ സ്പിൻ ചെയ്ത് പോകുള്ളൂ. ഓക്കെ. അപ്പൊ ഇതാണ് മാഗ്നറ്റിക് എഫക്റ്റിൽ നമ്മൾ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ മാഗ്നറ്റിക് എഫക്റ്റ് എന്താ നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ. അപ്പം ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാണ്, ഡൈനാമിക് ലിഫ്റ്റ് ഓഫ് എയറോപ്ലെയിൻ ഓർ എയറോഫോയിൽ അല്ലേ. അപ്പൊ നമ്മൾ ഇത്രയുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു വിമാനത്തിന് വിങ്സിൽ ചിറകുകൾ നോക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഷേപ്പിലാണ് എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഡിസൈൻ ചെയ്യാനുള്ള കാരണം, അതാണ് നമ്മൾ എന്ത് ചെയ്യുക രണ്ടാമത്തേതായിട്ട് പറയാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ. അപ്പൊ അപ്ലിക്കേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ബെർണോളിസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻസിൽ നമ്മൾ സെക്കൻഡ് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഡൈനാമിക് ലിഫ്റ്റിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ അതിനെ കുറിച്ച് പറയാം. ഓക്കെ. ഇപ്പോൾ സപ്പോസ് ഇതൊരു എയറോപ്ലെയിൻ്റെ വിങ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ആണ് വിങ്സ് അല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ വിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ എയറോപ്ലെയിൻ്റെ വിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കറിയാം ഈ എയറോപ്ലെയിൻ മൂവ് ചെയ്യാണ്, ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുക, കാറ്റടിക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാറ്റടിക്കും. അപ്പൊ എങ്ങനെയാ പോവുക, ഇങ്ങനെയല്ലേ ഉണ്ടാവുക, വിൻഡ് ഇങ്ങനെ അടിക്കും. വിൻഡിന്റെ ഫ്ലോ ഇങ്ങനെയല്ലേ ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ. ഇവിടെ ഇങ്ങനെ ഇതേമാതിരി സെയിം കാറ്റടിക്കും അല്ലേ, വിൻഡിന്റെ ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ വിൻഡിന്റെ ഡയറക്ഷൻ എങ്ങനെ കാണിക്കുക, ഇങ്ങനെ. ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് കാണിക്കുക. മനസ്സിലായി. അപ്പം എയർപ്ലെയിൻ പ്ലെയിനിന്റെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുക, വിങ്സിലൂടെ എന്ത് ചെയ്യുക, കാറ്റ് പോവുക. ഓക്കെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, നമ്മുടെ ഈ എയർപ്ലെയിനിന്റെ വിങ്സിന് മുകളിൽ എന്ത് ചെയ്യുക, അവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. എന്താണ് വെലോസിറ്റി, ഈ അപ്പർ അല്ലേ, അത് ഇവിടെ എന്ത് ചെയ്യുക, വെലോസിറ്റി കൂടുതലായിരിക്കും. അതായത് ഈ വിങ്സിന്റെ മുകളിൽ, വിങ്സിന്റെ മുകളിൽ എന്ത് ചെയ്യുക, അപ്പർ പാർട്ടിൽ എന്ത് വെലോസിറ്റി കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ലോവർ പാർട്ടിൽ എന്ത് ചെയ്യുക, വെലോസിറ്റി കുറവായിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പൊ ആ ഒരു എയറിന് എന്ത് ചെയ്യുക, മേലെ പാർട്ടിലൂടെ പോകുന്ന എയറിനുള്ള വെലോസിറ്റി വളരെ കൂടുതലും താഴെ പോകുന്ന എയറിന്റെ വെലോസിറ്റി എന്ത് ചെയ്യുക, വളരെ കുറവായിരിക്കും. അങ്ങനെയാണ് സമയത്ത് വെലോസിറ്റി കുറയുമ്പോൾ എന്ത് ചെയ്യുക, അവിടെ എന്താണ് പ്രഷർ എന്ത് ചെയ്യുക, കൂടും. അങ്ങനെ ആകുമ്പോൾ പ്രഷറിന്റെ വാല്യൂ എന്ത് ചെയ്യുക, കൂടും. ക്ലിയർ ആണല്ലോ. അതേപോലെ മേലെ പാർട്ടിൽ വെലോസിറ്റി കൂടുകയാണെങ്കിൽ അവിടുത്തെ പ്രഷറിന്റെ വാല്യൂ എന്ത് ചെയ്യുക, കുറയും. അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇവിടെ ഒരു പ്രഷറിൽ ഡിഫറൻസ് വന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ പ്രഷർ എങ്ങനെയായിരിക്കും പുഷ് ചെയ്യുക,
എവിടെയാണോ പ്രഷർ കൂടുതൽ അവിടെ നിന്ന് എന്ത് ചെയ്യുക, പ്രഷർ മുകളിലോട്ട്, അതായത് പ്രഷർ എവിടെ നിന്നാണോ കൂടിയത് അവിടെ നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, പ്രഷർ വാരി ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും പ്രഷറിന്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ ബോഡി എവിടെ നിന്നാണ്, താഴെ നിന്ന് മേലോട്ടാണ് എന്ത് ചെയ്യുക, പ്രഷറിന്റെ ഫ്ലോ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ പറയാൻ പറ്റും ഈ ബോഡിയെ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യുക, ലിഫ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ. അപ്പൊ അടുത്ത കാര്യത്തേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ എന്താണ് വിസ്കോസിറ്റി എന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു നേരത്തെ പറഞ്ഞിട്ടില്ല ഒരു ഷേപ്പ് എടുക്കുക, ഒരു ട്രയാങ്കിൾ ഷേപ്പ് എടുക്കുക അല്ലെ. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ഈ എക്സ്പെരിമെന്റിൽ നമ്മൾ ആദ്യം എടുക്കുന്നത് വാട്ടറും അതുപോലെ തന്നെ ഹണിയാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വാട്ടർ ഡ്രോപ്ലെറ്റിനെ എടുത്ത് ഇതിന്റെ മുകളിൽ വെക്കുകയാണ്, പ്ലേസ് ചെയ്തു. ഇവിടെ എന്താണ്, വാട്ടർ അല്ലേ, വാട്ടർ എടുത്തു. ഓക്കെ, അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഹണീന്റെ ഡ്രോപ്ലെറ്റ് എടുക്കുകയാണ്. അപ്പം ഹണീന്റെ ഡ്രോപ്ലെറ്റ് എന്താണ്, ഹണീന്റെ ഡ്രോപ്ലെറ്റ് എടുക്കുക. അപ്പോൾ ഇത് രണ്ടുണ്ട്, ഈ വാട്ടർ ഡ്രോപ്ലെറ്റ് ഉണ്ട്, ഹണി ഉണ്ട്. ഒരു ചെറിയ പ്രതലത്തിൽ രണ്ടും വെക്കുകയാണെങ്കിൽ ഏതായിരിക്കും കൂടുതൽ പെട്ടെന്ന് തന്നെ നിലത്തെത്താനുള്ള സാധ്യത കൂടുതൽ? ഏതായിരിക്കും, ഈ വാട്ടർ ബോഡി ആയിരിക്കും അല്ലെങ്കിൽ ഹണി ആയിരിക്കും? ഏത് ബോഡി ആയിരിക്കും ഇന്ത്യ പെട്ടെന്ന് തന്നെ താഴത്തെത്താനുള്ള സാധ്യത കൂടുതൽ? ഏതായിരിക്കും, ഹണി ആയിരിക്കും അല്ലെങ്കിൽ വാട്ടർ ആയിരിക്കും? ഏതാണ്, വാട്ടർ ആയിരിക്കും അല്ലേ. വാട്ടർ ആണ് എന്ത് പെട്ടെന്ന് തന്നെ താഴെത്തുള്ള ചാൻസ് കൂടുതൽ. കാരണം എന്താ, ചാൻസ് ഇല്ല, വാട്ടർ ആയിരിക്കും പെട്ടെന്ന് തന്നെ താഴത്തെത്തുക. എന്താണ് അതിന് കാരണം? എന്താ, അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അല്ലേ. ഹണി എന്ത് ചെയ്യുക, വളരെ പതുക്കെ എന്ത് ചെയ്യുക, അവിടുന്ന് ചെരിഞ്ഞ പ്രതലത്തിലൂടെ താഴത്തേക്ക് എത്തുള്ളൂ. ആ കാരണമാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി എന്ന പ്രോപ്പർട്ടിയാണ്. എന്താണ്, വിസ്കോസിറ്റി എന്ന പ്രോപ്പർട്ടിയാണ്. ഈ വിസ്കോസിറ്റി പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ എന്ന് പറയുന്നത്. എന്താണ്, റെസിസ്റ്റൻസ് ടു ഫ്ലോ. നമുക്കിവിടെ എഴുതാം, റെസിസ്റ്റൻസ് ടു ഫ്ലോ, റെസിസ്റ്റൻസ് ടു ഫ്ലോ. അതിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക, വിസ്കോസിറ്റി എന്ന് പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ ബോഡിയുടെ വെലോസിറ്റിയെ എന്ത് ചെയ്യുക, ബാക്കോട്ട് അടിക്കുന്നത് എന്താണോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, റെസിസ്റ്റ് ചെയ്യുന്നത് എന്താണോ അത് ആ പ്രോപ്പർട്ടിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക, വിസ്കോസിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയാം. വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, വിസ്കോസിറ്റി ഈസ് ദ മെഷർ ഓഫ് ഹൗ തിക്ക് ഓർ സ്റ്റിക്കി എ ലിക്വിഡ് ഓർ ഹൗ മച്ച് ഇറ്റ് റെസിസ്റ്റ് ഫ്ലോയിങ്. എത്രത്തോളം അത് എന്ത് ചെയ്യുക, അതിനെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ ഫ്ലോനെ എന്ത് ചെയ്യുക, റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക, വിസ്കോസിറ്റി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റുമല്ലോ. ഓക്കെ, ലിക്വിഡ് വിത്ത് ഹൈ വിസ്കോസിറ്റി, അതായത് ഒരു ലിക്വിഡിന് ഹൈ വിസ്കോസിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് വളരെ പതുക്കെ എന്ത് ചെയ്യുക, ഫ്ലോ ചെയ്യുള്ളൂ. ക്ലിയർ ആണല്ലോ. അതിന് എക്സാമ്പിൾ ആണ് ഹണി പറയാം. ക്ലിയർ ആണല്ലോ, ഹണി. ഓക്കെ, ഇനി അടുത്ത എങ്ങനെ പറയാൻ പറ്റുക, ലിക്വിഡ് വിത്ത് ലോ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അത് പെട്ടെന്ന് തന്നെ ഫ്ലോ ചെയ്യും, ഫ്ലോ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് വാട്ടർ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ വിസ്കോസിറ്റി എന്ന് പറഞ്ഞത്രേ ഉള്ളൂ, റെസിസ്റ്റൻസ് ടു ഫ്ലോ. അതൊരു ഫ്ലോ ചെയ്യണതിനെ അതൊരു തടസ്സം സൃഷ്ടിക്കുക, അതാണ് ശരിക്കും വിസ്കോസിറ്റി ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും. ഓക്കെ, എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്നാണ് പറയാൻ പറ്റും. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി? ആ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് ഈറ്റ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. എന്താണ് ഈറ്റ? ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ലെയർ കൺസിഡർ ചെയ്യണം. അപ്പോൾ സപ്പോസ് ഇവിടെ ഒരു നമുക്കറിയാം ലെയർ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇത് ലെയർ ആണ് വെച്ചോ. അപ്പോൾ ഈ ലെയർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സർഫസിനായിട്ട് അതായത് ഒരു സർഫസ് ഉണ്ട്, ആ ഒരു സർഫസിന്റെ മേലാണ് എന്ത് ചെയ്യും, വാട്ടർ ഡ്രോപ്ലെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ വാട്ടർ ഡ്രോപ്ലെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം സപ്പോസ്. അപ്പോൾ ഒരു ഹണിയോ അങ്ങനെ എന്ത് ആയിക്കോട്ടെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എപ്പോഴും അറിയാൻ പറ്റും, ഇവിടെ ഈ ഒരു ഇങ്ങനെ എന്ത് ചെയ്യുക, ലെയറുകൾ ഉണ്ടാവും അല്ലെ. ലെയർ ആയിട്ട് തിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിന് അപ്പർ ലെയർ ഉണ്ട്, ലോവർ ലെയർ ഉണ്ട്. ഈ അപ്പർ ലെയറിലെ വെലോസിറ്റി എപ്പോഴും എന്ത് ചെയ്യുക, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആയിരിക്കും. എന്താണ് ഇവിടെ എന്താണ്, ഈ ലെയറിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം എന്താ, ആ സർഫസ് ആയിട്ട് കോണ്ടാക്ട് ഉണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, അതിന്റെ വെലോസിറ്റി വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മേഖലയുള്ള പാർട്ടില്ലേ, അവിടെ വെലോസിറ്റി എന്തായാലും വളരെ കൂടുതലായിരിക്കും, വെലോസിറ്റി കൂടുതലായിരിക്കും. പിന്നെ ഈ സെക്കൻഡ് ലെയറിന്റെ വെലോസിറ്റി അതിനെക്കാട്ടി കുറവായിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പം മുകളിലാണ് എന്ത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക, വെലോസിറ്റി ഉണ്ടാവുക ഡ്രോപ്ലെറ്റിന്. അത് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാണ് വേണ്ടത്. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കുക, സപ്പോസ് നമുക്ക് ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്, ഷിയറിംഗ്
സ്ട്രെസ് എന്ന് പറയുന്നത് ഈക്വൽ ടു സ്ട്രെയിൻ റേറ്റ് അല്ലേ, സ്ട്രെയിൻ്റെ റേറ്റിനാണ് എന്ത് പറയുക, ഓക്കെ ഈക്വൽ ടു സ്ട്രെയിൻ റേറ്റ് ആണ്, അതായത് ഈ പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ റേറ്റ് ആണെന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ. നമുക്ക് സ്ട്രെസ് എന്താ പറയുക, സ്ട്രെസ് എന്താ, ഫോഴ്സ് ഡിവൈഡർ ബൈ ഏരിയ അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ എഴുതിക്കൂടെ, ഫോഴ്സ് ഡിവൈഡർ ബൈ ഏരിയ എഴുതിക്കൂടെ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ സ്ട്രെയിൻ്റെ റേറ്റ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ചിങ് ലെങ്ത് ടു ദ ഒറിജിനൽ ലെങ്ത് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ സ്ട്രെയിൻ്റെ റേറ്റ് എഴുതാന്ന് പറയുമ്പോൾ, ഇവിടെ നമ്മൾ സ്ട്രെയിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഈ പ്രൊപ്പോർഷണൽ ടു എന്താണ്, പ്രൊപ്പോർഷണൽ ചേഞ്ചിങ് ലെങ്ത് ടു ദ ഒറിജിനൽ ലെങ്ത് അല്ലേ. ഇവിടെ ചേഞ്ചിങ് ലെങ്ത് പറഞ്ഞാൽ എന്താ, ഡെൽറ്റ എൽ ബൈ എൽ. റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഡിവൈഡിങ് ബൈ ടൈം അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് ചെയ്യാം. അപ്പോൾ ചേഞ്ചിങ് ലെങ്ത് ടു ദ ഒറിജിനൽ ലെങ്ത്. ഓക്കെ, അതാണ് എന്ത് ചെയ്യാം, സ്ട്രെയിൻ എന്ന് പറയാം. അപ്പോൾ അതിന് സ്ട്രെയിൻ റേറ്റ് കാണാൻ പറഞ്ഞാൽ ഡിവൈഡിങ് ബൈ ഡെൽറ്റ ടി. ക്ലിയർ ആണല്ലോ. ഈ ഡെൽറ്റ എൽ ബൈ എൽ എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ വാട്ടറിൻ്റെ ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പർ ലെയർ ഉണ്ട്, ലോവർ ലെയർ ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് ഈ ബോഡി മൂവ് ചെയ്ത്, ഓക്കെ ഇപ്പോൾ സപ്പോസ് ഇവിടുന്ന് ഈ ബോഡി മൂവ് ചെയ്ത് ഇവിടെ എത്തുകയാണ് അല്ലേ. ബോഡി ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുക, അതിനൊരു ഗിവൺ ഒരു ഫോഴ്സ്, നമ്മൾ കൊടുത്ത ഫോഴ്സ് ആണല്ലോ എഫ് എന്ന് പറഞ്ഞാൽ, അതാണ് അപ്ലൈഡ് ഫോഴ്സ് എഫ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലെങ്ത് ഉണ്ടാവുമല്ലോ, കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലെങ്ത് ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മളൊരു ട്രയാങ്കിൾ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് എന്ത് ചെയ്യുക, ചേഞ്ചിങ് ലെങ്ത് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ആ ഒരു വിഡ്ത്ത് എന്ന് പറയില്ലേ, അത് ആ ഒരു ലെങ്ത് ആണ് എന്ത് ചെയ്യുക, സ്മോൾ എൽ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ലെങ്ത് ടു ദ ഒറിജിനൽ ലെങ്ത് അല്ലേ. ഓക്കെ, അപ്പോൾ അവിടെ അപ്ലൈഡ് ഫോഴ്സ് ഉണ്ടാക്കുന്ന ആ ലെങ്ത് ആണ് എന്ത് ചെയ്യുക, ഒരു ഡെൽറ്റ എൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് പറയും, സ്ട്രെയിൻ്റെ റേറ്റ് കാണാൻ പറ്റും. ക്ലിയർ, ഡെൽറ്റ എൽ ബൈ എൽ ചേഞ്ചിങ് ലെങ്ത് ടു ദ ഒറിജിനൽ ലെങ്ത് എന്ത് ചെയ്യുക, സ്ട്രെയിൻ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇതിനെങ്ങനെ എഴുതിക്കൂടെ, എ ഒരു മിനിറ്റ്, എഫ് ബൈ എ പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ എൽ ബൈ ഡെൽറ്റ ടി, ഒരു മിനിറ്റ്, ഡെൽറ്റ ടി ഇൻറ്റു എൽ എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ. ആ ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത് ചെയ്യുക, ഡെൽറ്റ എൽ എന്ന് പറയാം. ഈ ഡെൽറ്റ എൽ എന്ന് പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്, ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ടൈം ആണ് അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ അതിന് പറയുന്നത് വെലോസിറ്റി എന്ന് പറയാം. അപ്പോൾ അങ്ങനെ എഴുതാം, എഫ് ബൈ എ പ്രൊപ്പോർഷണൽ ടു വി ബൈ എൽ എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. വി ബൈ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് കൊണ്ടുവരികയാണ്. അതാണ് എഫ് ബൈ എ ഈക്വൽ ടു ഈറ്റ ഇൻറ്റു വി ബൈ എൽ. ഈറ്റ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് നമ്മൾ കൊണ്ടുവന്നു. ഈ ഈറ്റയിലാണ് എന്ത് ചെയ്യുക, കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയും. അപ്പോൾ ഈറ്റ നമ്മൾ കാണണം. അപ്പോൾ ഈറ്റ എന്ന് പറയുന്നത് ഈക്വൽ ടു ആണ് എന്ത് ചെയ്യുക, ഈറ്റ ഇസ് ഈക്വൽ ടു എഫ് എൽ ഡിവൈഡർ ബൈ എ വി. എന്താണ്, എഫ് എൽ ഡിവൈഡർ ബൈ എ വിക്ക് പറയുന്ന പേരാണ് എന്ത് ചെയ്യുക, ഈറ്റ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ എഫ് എൽ ബൈ എ വി എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഈറ്റ എന്ന് പറയാം. ആ ഈറ്റ എന്ന് പറയുന്ന പേരാണ് കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയാം. നമ്മൾ പറഞ്ഞ കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ത് ചെയ്യുക, യൂണിറ്റും അതുപോലെ തന്നെ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ കാണണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്മൾ ഡയമെൻഷൻ കാണാൻ പോവുകയാണ്, അതുപോലെ തന്നെ യൂണിറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ എടുക്കുകയാണ്, ഈറ്റ ഈക്വൽ ടു എഫ് എൽ ബൈ എ വി. ക്ലിയർ ആണല്ലോ. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ, എം എൽ ടി റേസ് ടു മൈനസ് 2 ഇൻറ്റു ലെങ്ത്തിന്റെ എൽ തന്നെ ഏരിയ ആണല്ലേ. ഇപ്പൊ ഏരിയ എന്താ, ലെങ്ത്തിന്റെ സ്ക്വയർ അല്ലേ, എൽ സ്ക്വയർ ഇൻറ്റു എന്താ പറയുക വെലോസിറ്റി ആണല്ലേ. വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, എൽ ടി റേസ് ടു മൈനസ് 1. അപ്പോൾ അതിൽ വെട്ടിപ്പോകാനുള്ള കാര്യങ്ങളൊക്കെ വെട്ടിപ്പോവുക. ഓക്കെ, ഇവിടെ നമ്മൾ വെട്ടിപ്പോയി കഴിഞ്ഞാൽ എൽ സ്ക്വയർ വെട്ടിപ്പോയി, അപ്പോൾ ഇതും വെട്ടിപ്പോയി. പിന്നെന്താ, ടി റേസ് ടു മൈനസ് 1 ഉണ്ട്, അതും ടി റേസ് ടു മൈനസ് 2 വെട്ടിയാൽ ടി റേസ് ടു മൈനസ് 1. അപ്പം കിട്ടുക എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 1. ഇതാണ് എന്ത് ചെയ്യുക, ഇവിടെ കോയിഫിഷ്യന്റ് വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയും. ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്, അതിന്റെ യൂണിറ്റ്. അപ്പോൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഈറ്റ അല്ലേ, ഒരു യൂണിറ്റ് കാണാൻ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ, ന്യൂട്ടൺ ആണ് അല്ലേ. ഓക്കെ, ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ഡിവൈഡർ ബൈ
ഏരിയ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ അല്ലേ, മീറ്റർ സ്ക്വയർ ഇൻറ്റു അതുപോലെ തന്നെ വെലോസിറ്റി എന്താ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ, മീറ്റർ പെർ സെക്കൻഡ്. അപ്പം വെട്ടി പോകാനുള്ള കാര്യമൊക്കെ വെട്ടി പോവുക. ഇവിടെ മീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് എം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? ന്യൂട്ടൺ സെക്കൻഡ് ഡിവൈഡർ ബൈ മീറ്റർ സ്ക്വയർ എന്ന് പറയും. ന്യൂട്ടൺ സെക്കൻഡ് ഡിവൈഡർ ബൈ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുക, ഈ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ വേറൊരു പേരാണ് പോയ്സലി കേട്ടോ. POISEUILLE പോയ്സലി. ഓക്കെ, അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് പോയ്സലി എന്ന് പറയും, അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയും. അങ്ങനെയാണ് നമുക്ക് അതിന്റെ യൂണിറ്റും ഡയമെൻഷനും കണ്ടുപിടിക്കുക. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, എന്താണ് സ്റ്റോക്ക് ലോ? അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുക ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇവിടേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സപ്പോസ് നമുക്കറിയാം ഒരു ബോഡി ഉണ്ട് വയ്ക്കാം, ഒരു ബോഡി ഉണ്ട്, അതിപ്പോൾ വാട്ടർ ബോഡിയാണ് വെച്ചോ. വാട്ടർ ബോഡി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കുറേ ലെയറായിട്ട് ക്ലാസ് ചെയ്തൂടെ. അപ്പം മുകളിലുള്ള ബോഡിയുടെ വെലോസിറ്റി കൂടുതലായിരിക്കും, താഴെയുള്ള ലെയറിന്റെ വെലോസിറ്റി കുറവായിരിക്കും. അത്ര കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, അപ്പോൾ ഒരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു ബോഡി മൂവ് ചെയ്യുകയാണെന്ന് വെച്ചോ, ഒരു അപ്പർ ലെയർ മുന്നോട്ട് മൂവ് ചെയ്യാണ്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഒരു ഫോഴ്സിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക, വിസ്കസ് ഫോഴ്സ് എന്ന് പറയാം. എന്താണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ വിസ്കസ് ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, കാണണം. വിസ്കസ് ഫോഴ്സ് നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ ഇല്ലേ. ഓക്കെ, അപ്പോൾ നേരത്തെ കണ്ട ഇക്വേഷൻ എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഈറ്റ ഈക്വൽ ടു എന്താണ് FL ഡിവൈഡഡ് ബൈ AV അല്ലേ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക, എഫ് കാണാം അല്ലേ. എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കോഎഫിഷ്യന്റ് വിസ്കസ് ഫോഴ്സ് ആണ് എഫ് എന്ന് പറഞ്ഞത്. എഫ് എന്ന് പറയുന്നത് ഈറ്റ AV ഡിവൈഡഡ് ബൈ L. വേറെ ഈറ്റ AV ഡിവൈഡഡ് ബൈ L എന്താ പറയുക, വിസ്കസ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ സ്റ്റോക്ക് ലോ എന്താണെന്ന് പറയാൻ പോവാണ്. ഇപ്പൊ സപ്പോസ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബോഡി എടുക്കല്ലേ. അപ്പോൾ ബോഡി മൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു അപ്പർ ലെയർ ഉണ്ടോ, ലോവർ. ഈ അപ്പർ ലെയറിൽ വെലോസിറ്റി കൂടുതലായിരിക്കും, താഴെ ലെയറിൽ ഈ വെലോസിറ്റി കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഇപ്പൊ സപ്പോസ് ഈ ഓപ്പോസിറ്റ് കാണിക്കുന്ന ഫോഴ്സിന് എന്ത് പറയാം, എന്ത് ചെയ്യാം, വിസ്കസ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, ഈ വിസ്കസ് ഫോഴ്സ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് ഒരു സ്പെറിക്കൽ ബോഡിയാണ് വിചാരിക്കുക. എന്താണ്, ഒരു സ്പെറിക്കൽ ബോഡിയാണ് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ സ്പെറിക്കൽ ബോഡി എന്ത് ചെയ്യുക, മൂവ് ചെയ്യാണ്. മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നമുക്കറിയാം അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എയറിന്റെ സ്ട്രീമിന്റെ ഫ്ലോ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ, ഒരു ഫ്ലോ സ്ട്രീം ഉണ്ടാവും. ഇപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ തന്നെ ഈ ഒരു സ്പെറിക്കൽ ബോഡി ഒരു ഫ്ലൂയിഡിലാണ് മൂവ് ചെയ്യണമെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു എയർ കൂടെയാണ് മൂവ് ചെയ്യണമെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഫ്ലോ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, അങ്ങനെയല്ലേ റെപ്രസെന്റ് ചെയ്യുക. ഈ വിസ്കസ് ഫോഴ്സിന് തന്നെ നമ്മൾ പറഞ്ഞ വേറൊരു പേരാണ് എന്ത് ചെയ്യുക, ഡ്രാഗ് ഫോഴ്സ്. എന്താണ് ഇവിടെ പറഞ്ഞ ഫോഴ്സ് ആണ് ഡ്രാഗ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഒരു സ്പെറിക്കൽ ബോഡിയുടെ കേസിൽ വിസ്കസ് ഫോഴ്സിനെ പറയുന്ന വേറൊരു പേരാണ് എന്ത് ചെയ്യുക, ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയാം. അത്ര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഡ്രാഗ് ഫോഴ്സ് കാണുന്ന ഇക്വേഷൻ ആണ്. അതിൽ നമുക്ക് സ്റ്റോക്ക് ലോ പ്രകാരം നമുക്ക് ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഡ്രാഗ് ഫോഴ്സ് എഫ് ഈ പ്രപ്പോർഷണൽ ടു വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റി ഓഫ് ദ ബോഡിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഡ്രാഗ് ഫോഴ്സ് എഫ് പ്രപ്പോർഷണൽ ടു റേഡിയസ് ഓഫ് എ സ്പിയറിന് നമ്മൾ എന്ത് ചെയ്യുക, എ എന്ന് കൊടുക്കുക. ക്ലിയർ ആണ്, ആ ഒരു സ്പിയറിന്റെ അല്ലെങ്കിൽ ഒരു റേഡിയസിനാണ് എ എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ഡ്രാഗ് ഫോഴ്സ് എഫ് പ്രപ്പോർഷണൽ ടു കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആണ്. ഈ പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് പ്രപ്പോർഷണൽ ടു ഈറ്റ AV എന്ന് എഴുതി കൂടെ. ക്ലിയർ ആണല്ലോ. ഇനി ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ എന്ത് ചെയ്യുക, മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോൺസ്റ്റന്റോട് കൊണ്ടുവരികയാണ്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു 6π ഈറ്റ AV. ഈ ഒരു ക്വാണ്ടിറ്റീനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക, ഡ്രാഗ് ഫോഴ്സ് പറയാം. ഡ്രാഗ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ 6π ഈറ്റ AV. അപ്പോൾ ഈ ലോനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക, സ്റ്റോക്ക് ലോ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ സ്റ്റോക്ക് ലോ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, ദ വിസ്കസ് ഫോഴ്സ് അല്ലെങ്കിൽ ഡ്രാഗ് ഫോഴ്സ് എഫ് ഓൺ എ സ്മോൾ സ്പെറിക്കൽ ബോഡി ഓഫ് റേഡിയസ് എ മൂവിങ് വിത്ത് എ വെലോസിറ്റി v through a fluid of viscosity eta is given by F is equal to 6π eta v. ഈ ഒരു ലോനെ പറയുന്ന പേര് എന്ത് ചെയ്യുക, സ്റ്റോക്ക് ലോ എന്ന് പറയും. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോക്ക് ലോനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ലോനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടെർമിനൽ വെലോസിറ്റി എന്ന കൺസെപ്റ്റ്. എന്താണ് ടെർമിനൽ വെലോസിറ്റി എന്ന കൺസെപ്റ്റ് ആണ്. അപ്പോൾ ആ കാര്യം കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട് അല്ലേ, ആ ക്വസ്റ്റ്യനെ കുറിച്ച് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നമുക്കറിയാം ഈ റെയിൻ ഡ്രോപ്ലെറ്റിലെ മഴത്തുള്ളികൾ എന്ത് ചെയ്യുക, നല്ല ഉയരത്തിൽ നിന്നാണ് താഴത്തേക്ക് പതിക്കുന്നത്, നല്ല ആൾട്ടിറ്റ്യൂഡിൽ നിന്നാണ് താഴത്തേക്ക് പതിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മൾ നല്ല വെലോസിറ്റി ഉണ്ടാവേണ്ടിയല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ വീണ് നല്ല എന്ത് ചെയ്യുക, നമുക്ക് എന്ത് പരുക്കോ കാര്യങ്ങളൊക്കെ പറ്റേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ട് അത് നമുക്ക് എന്ത് ചെയ്യുക പരുക്കും കാര്യങ്ങളൊന്നും പറ്റണില്ല. അപ്പോൾ ഇതിന്റെ ആൻസർ ഞാൻ എന്ത് ചെയ്യുക ലാസ്റ്റ് പറയും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ ടെർമിനൽ വെലോസിറ്റി എന്ന കൺസെപ്റ്റിലേക്ക് ഞാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ടെർമിനൽ വെലോസിറ്റി എന്നതിന് പറയാൻ പോകണം. എന്താ പറഞ്ഞത്? ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഒരു ഫ്ലൂയിഡ് മീഡിയം കൺസിഡർ ചെയ്യാം. ഒരു ഫ്ലൂയിഡ്, ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് ഉള്ള മീഡിയം. ഇപ്പോൾ സപ്പോസ് ഒരു കുറേ ഫ്ലൂയിഡ് ഉള്ള മീഡിയം ആണ്. ഓക്കെ, ഒരു ഫ്ലൂയിഡ് മീഡിയം കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലൂയിഡ് മീഡിയം ഉണ്ട്. ഓക്കെ, ഒരു ഫ്ലൂയിഡ് മീഡിയം ആണ് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ സപ്പോസ് നമ്മൾ പറയാൻ രണ്ട് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാനൊരു സ്പീർ എടുക്കുകയാണ്. ഈ സ്പീർ എടുത്തിട്ട് എന്ത് ചെയ്യുക, ആ ഫ്ലൂയിഡിലേക്ക് ഇടുകയാണ്. അപ്പോൾ അതിലേക്ക് ഇമ്മേഴ്സ് ചെയ്യാണ്. ഇമ്മേഴ്സ് ചെയ്തപ്പോൾ ഈ ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സ്പീറിന് ഉണ്ടാകുന്ന ഒരു വെയിറ്റ് ഉണ്ടാവില്ലേ, ആ വെയിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, W=mg എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ mg എന്നുള്ള ഫോഴ്സ് ആണ് എന്ത് ചെയ്യുക, താഴത്തേക്ക് ആക്ട് ചെയ്യണത് അല്ലേ. അപ്പോൾ ഈ ബോഡി എന്ത് ചെയ്യുക, ആ ഒരു ഫ്ലൂയിഡിന്റെ സെൻട്രലാണ് ഇങ്ങനെ വന്ന് നിൽക്കണേ അല്ലേ. ഓക്കെ, അപ്പോൾ അതിനെ ഓപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫോഴ്സ് ഉണ്ടാവുമല്ലോ. ആ ഓപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, രണ്ട് ഫോഴ്സസ് ഉണ്ട്. അതിൽ ഒരു ഫോഴ്സ് ആണ് എന്ത് ചെയ്യുക, നമ്മൾ എന്താ പറയാ, വിസ്കസ് ഫോഴ്സ്. എന്താണ് വിസ്കസ് ഫോഴ്സ്? ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ വിസ്കസ് ഫോഴ്സ് എന്ന് പഠിച്ചില്ലേ, അല്ലെങ്കിൽ ഡ്രാഗ് ഫോഴ്സ് എന്ന് പഠിച്ചിട്ടില്ലേ. ഒരു വിസ്കസ് ഫോഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ബോഡിയുടെ മോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന വേറെ ഒന്നാണ് ബോയൻസി ഫോഴ്സ്. എന്താണ് ബോയൻസി ഫോഴ്സ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു 3 ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നില്ലേ. അപ്പൊ എന്ത് ചെയ്യുക, വർക്ക്, അതായത് W വെയിറ്റ്, ഈ വെയിറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് എന്ത് ചെയ്യുക, വിസ്കസ് ഫോഴ്സും, രണ്ട് എന്ത് ചെയ്യുക, ബോയൻസി ഫോഴ്സ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ W എന്നുള്ള ഫോഴ്സിന് ഈക്വൽ ആണ് എന്ത് ചെയ്യുക ബാക്കി 2 ഫോഴ്സ് എങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? W നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക, ബോയൻസി ഫോഴ്സ് പ്ലസ് വിസ്കസ് ഫോഴ്സ്. ക്ലിയർ ആണല്ലോ. അപ്പം ബോയൻസി ഫോഴ്സ് പ്ലസ് വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, അതിന് വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സപ്പോസ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബോഡി ഉണ്ട്. അപ്പോൾ ഒരു ബോഡി ഉണ്ട് വിചാരിക്കുക. ആ ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് W=mg ആണ് വിചാരിക്കുക. ക്ലിയർ ആണല്ലോ. നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താ, ഡെൻസിറ്റി റോ, ഒരു മിനിറ്റ്, ഡെൻസിറ്റി റോ = മാസ് ബൈ വോളിയം ആണ് അല്ലേ. അതിന് മാസ് കണ്ടാന്ന് കിട്ടുക, മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ വി എന്നല്ലേ. ക്ലിയർ ആണല്ലോ. അപ്പോൾ റോ വി ജി. ഓക്കെ, അപ്പോൾ ഒരു സ്പിയറിന്റെ വോളിയം എന്താണ് പറയാ, വോളിയം എന്ന് പറഞ്ഞാൽ 4/3 π r³ അല്ലേ, a³ റോ ജി. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡബ്ല്യൂക്ക് പകരം എന്ത് ചെയ്യാം, ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് 4/3 π a³ റോ ജി. ഓക്കെ, അത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെയുള്ള ബോയൻസി ഫോഴ്സ് കാണണം അല്ലേ. ഈ ബോയൻസി ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. 4/3 π a³ സിഗ്മ ജി. എന്താണ് 4/3 π a³ സിഗ്മ ജി എന്ത് ചെയ്യുക, ബോയൻസി ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയാം. അതുപോലെ വിസ്കസ് ഫോഴ്സിന്റെ അടുത്ത ഇക്വേഷൻ കഴിഞ്ഞു 6 π η/AV. ക്ലിയർ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ നമ്മൾ ചെയ്യാം 6 π η/AV എന്നുള്ള ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്യുക, ഈ ടെർമിനൽ വെലോസിറ്റിക്ക് എടുക്കുക. എന്താണ് ടെർമിനൽ വെലോസിറ്റി ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനോട് ഇങ്ങനെ എഴുതാം, 4/3 π a³ സിഗ്മ ജി മൈനസ് 4/3 π a³ റോ ജി = 6 π η/AVT എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കോമൺ ആയിട്ടുള്ള 4/3 π a³ കോമൺ ആക്കി എടുക്കുക.
അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റും 4/3 പൈ എ ക്യൂബ്. ഇവിടെ ജിയും ജിയും ഉണ്ട്, 2 ജി ഉണ്ട്, അത് നമ്മൾ കട്ട് ചെയ്യാം. ആ ജിയെ രണ്ടും കട്ട് ചെയ്താൽ ബാക്കി എന്ത് ചെയ്യുക, ഇവിടെ ഉണ്ടാവുക സിഗ്മ മൈനസ് റോ അല്ലേ, സിഗ്മ മൈനസ് റോ ഉണ്ടാവും ഈക്വൽ ടു 6 പൈ ഈറ്റ എ വി ടി എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം ഇതിന് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സോൾവിങ് ഫോർ വി ടി, അപ്പോൾ വി ടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, വി ടി ഇസ് ഇക്വൽ ടു 2/9 ഈറ്റ എ സ്ക്വയർ ജി ഇൻറ്റു റോ മൈനസ് സിഗ്മ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. ഇതിനാണ് എന്ത് ചെയ്യുക, ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയാം. എന്താണ് ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ സപ്പോസ് ഇനി എന്താണ് ടെർമിനൽ വെലോസിറ്റി കാര്യം എന്താണെന്ന് പറയാൻ പോണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഈ ടെർമിനൽ വെലോസിറ്റി എന്താണെന്ന് പറയാൻ പോണത്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, നേരത്തെ ഒരു കേസ് പറഞ്ഞല്ലോ അല്ലേ, ഒരു ബീക്കർ എടുത്തു അല്ലേ, അതിലെന്ത് ചെയ്യുക, ഫ്ലൂയിഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഫ്ലൂയിഡ് നിറച്ചും എന്ത് ചെയ്യുക, ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്പിയർ ഡിപ്പ് ചെയ്തു, സ്പിയർ ഉണ്ട് അല്ലേ. അപ്പോൾ 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴോട്ടുള്ളത് എന്ത് ചെയ്യുക, വെയിറ്റ് ആണ് അല്ലേ, ഇവിടേക്കുള്ളത് അതുപോലെ തന്നെ ബോയൻസി ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ബോയൻസി ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഫോഴ്സ് ആണ് എന്ത് ചെയ്യുക, വിസ്കസ് ഫോഴ്സ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാം. അപ്പോൾ ഇത് ഇങ്ങനെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അതിന്റെ വെലോസിറ്റി അത് ബോൾ എന്ത് ചെയ്യുക, സർഫസിലാവുന്ന സമയത്ത്, ഇപ്പോൾ സപ്പോസ് ബോൾ ഈ സർഫസിലാണെങ്കിൽ ഈ ഫ്ലൂയിഡിലേക്ക് ഇടുന്നതിന് മുന്നേ സർഫസിലാകുമ്പോൾ നല്ലൊരു ഗിവൺ റെസ്റ്റിലായിരിക്കും. പിന്നെ ഇടുമ്പോൾ സമയത്ത് എന്ത് ചെയ്യുക, വെലോസിറ്റി ഉണ്ടാവും അല്ലേ. വെലോസിറ്റി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു വെയിറ്റ് താഴോട്ട് ഉണ്ടാവില്ലോ, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബോയൻസി ഫോഴ്സും വിസ്കസ് ഫോഴ്സും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എന്ത് ചെയ്യുക, ക്രമേണ കുറഞ്ഞു വരില്ലേ, ക്രമേണ കുറഞ്ഞ് ഒരു യൂണിഫോം വെലോസിറ്റിയിലെത്തും. ഈ വെലോസിറ്റിയെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക, ടെർമിനൽ വെലോസിറ്റി എന്ന് പറയാം. ക്ലിയർ ആണ്. ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ 2/9 ഈറ്റ എ സ്ക്വയർ ജി സിഗ്മ റോ മൈനസ് സിഗ്മ എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ അതിനെങ്ങനെ ടെർമിനൽ വെലോസിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യാം. ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ മാക്സിമം വെലോസിറ്റി അറ്റൈൻഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ആസ് ഇറ്റ് ഫാൾസ് ത്രൂ എ ലിക്വിഡ്. അപ്പോൾ ഒരു ലിക്വിഡിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒബ്ജക്റ്റിനുണ്ടാകുന്ന മാക്സിമം ആയിട്ടുള്ള ചെയ്യുന്ന വെലോസിറ്റിയാണ് എന്ത് ചെയ്യുക, ടെർമിനൽ വെലോസിറ്റി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ ഗുഡ് ബൈ.